സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ഉപയോഗശൂന്യമായി കിടക്കുന്ന ആൾമറയില്ലാത്ത കിണറ്റിൽ പോത്തകപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കുളപ്പുള്ളി കുറ്റിക്കാട് കോളനി കുഞ്ചൂസ് ലൈനിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആൾമറയില്ലാത്ത കിണറ്റിൽ പോത്തകപ്പെട്ടത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ആളുകളാണ് കിണറിൽ പോത്ത് വീണ് കിടക്കുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെയോടുകൂടി അഗ്നിരക്ഷാസേനയും വനം വകുപ്പും സ്ഥലത്തെത്തിയെങ്കിലും മുകളിലേക്ക് കയറ്റാൻ കഴിഞ്ഞില്ല. തുടർന്ന് സ്ഥലത്തിന്റെ ഉടമസ്ഥൻ സ്വന്തം ചെലവിൽ JCB എത്തിച്ച് കിണർ പൊളിച്ചു നീക്കിയാണ് വനം വകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി പോത്തിനെ കരയിലേക്ക് കയറ്റിയത്. മുകളിലെത്തി പരിഭ്രാന്തിയിലായ പോത്ത് പിന്നീട് കാട്ടിലേക്ക് തന്നെ തിരികെ പോയി. ഷൊർണൂർ 16 വാർഡിലെ കുറ്റിക്കാട് കോളനി എന്നുള്ള പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ലൈനാണ്, പഴയ ലൈനാണ്. ഈ ലൈനിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് കാട്ടിൽ നിന്നുള്ള ഒരു മൂരി അതിൽ വീഴുകയാണ് ഉണ്ടായത്. സമയം ഇപ്പോൾ ഏകദേശം 12 കഴിഞ്ഞു. ഇതുവരെ ഇതിന്റെ ഉടമസ്ഥനോ മറ്റും ഇതിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുകയും അപ്പോൾ അവർ നമുക്ക് തന്ന വിവരാടിസ്ഥാനത്തിൽ അതിന്റെ ഉടമസ്ഥനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ JCB കൊണ്ടുവന്ന് അത് പുറത്തെടുക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഉടമസ്ഥനായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യാതൊരു പ്രതികരണം ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടില്ല. അവരത് എടുക്കുന്ന യാതൊരു തീരുമാനം അറിയിക്കുന്നുമില്ല. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷൊർണൂർ മുനിസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പരാതി തരാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഇടപെട്ടിട്ട് അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തുതരാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്നാലും അത് മാത്രമല്ല, ഇതൊരു പഴയ ലൈൻ വീടാണ്. ഈ ലൈൻ വീട്ടിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ ഈ മൂരി വീണതുകൊണ്ട് ആളുകൾക്ക് യാതൊരു അപായം പറ്റിയിട്ടില്ല. പക്ഷെ സാധാരണ കുട്ടികളൊക്കെ ഈ വഴി കൂടെയൊക്കെ പോകുന്നു കളിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അവർക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം മാറേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ അതായത് വകുപ്പുകൾ ഇടപെട്ട് ചെയ്യും. ന്യൂസ് ഡെസ്ക് CCV.